ചന്ദൻപൂർ ഗ്രാമത്തിൽ വളരെ കഴിവുള്ള ഒരു കുശവനുണ്ടായിരുന്നു. അവന്റെ കലത്തിന്റെ കട ഇപ്പോൾ ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആ കുശവൻ തന്റെ കടയിലുണ്ടായിരുന്നു. അപ്പോഴാണ് കർഷകനായ ബോലു അങ്ങോട്ടേക്ക് വന്നത്. വരൂ ചേട്ടാ ബോലു, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ചേട്ടാ. ഇന്ന് എന്റെ ഭാര്യ കിണറ്റിന്ന് വെള്ളം എടുത്തിട്ട് വരുമ്പോൾ അപ്പൊ ഒരു ചെറിയ ചെക്കൻ കല്ലെടുത്തിട്ട് ആ പാനയും പൊട്ടിച്ചളഞ്ഞു. ഓ അങ്ങനെയാണോ? ഈ കാലത്തിലുള്ള പിള്ളേരുണ്ടല്ലോ. ശരി, എന്താ പുതുപാന വേണോ? അതെ ചേട്ടാ, പാന വാങ്ങാനാണ് വന്നിരിക്കുന്നത്. നല്ല ശക്തിയുള്ള ഒരു പാന എടുത്ത് തന്നേക്ക്. രാഹുൽ ഒരു കലമെടുത്ത് ബോലുവിന് കൊടുത്തു. ബോലു പണം കൊടുത്ത് തിരിച്ചു നടക്കുകയായിരുന്നു. അപ്പോൾ ആ ബോലു ചേട്ടാ, ഒന്ന് നിക്ക്. ആ പറയൂ, എന്താണ് കാര്യം? അത് പിന്നെ ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്തിരിത്തോട്ടം നല്ല വിളച്ചിൽ തരുന്നില്ലെന്നാണല്ലോ കേട്ടത്. അതെ ചേട്ടാ, വളരെ കഷ്ടമായിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, എനിക്ക് വേറൊരു സ്ഥലവും ഇല്ലല്ലോ. എന്റെ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ അതിൽ വന്നിട്ട് മുന്തിരി വിളച്ചോളൂ. എന്റെ ഈ പാന കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ല. അതായത് എന്റെ ഇപ്പൊ ഒരു സ്ഥലം വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഞാൻ ചില വിത്തുകൾ അവിടെ വെച്ചേക്കാം. നിങ്ങളുടെ സ്ഥലം വളരെ നന്നായിട്ട് ഞാൻ നോക്കാം. ശരി ചേട്ടാ, അതുകൊണ്ട് എന്റെ സ്ഥലത്തിലുള്ള മണ്ണ് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവല്ലോ. ശരി ചേട്ടാ, ഞാൻ നാളെ തന്നെ നമ്മുടെ ജോലി തുടങ്ങിയേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ബോലു അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം പ്രഭാതം. ബോലു പാടത്ത് മുന്തിരിച്ചെടികൾ വളർത്തിയിരുന്നു, തന്റെ തോട്ടത്തിൽ നിന്നും വിട്ട്. ഈ ചെടികൾ 1 മാസത്തിൽ മുന്തിരി തരാനുള്ളതായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും വെറും വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുറെ മുന്തിരികൾ തരണം കേട്ടോ. അപ്പോൾ അവിടേക്ക് രാഹുൽ കടന്നു വന്നു. ഇന്ന് 1 മാസത്തിൽ തന്നെ പഴം വന്നേക്കും. വാ ചേട്ടാ വാ, 1 മാസം മാത്രം പോരാ, പഴം വരാൻ അങ്ങ് തുടങ്ങിയേക്കും. ഞാൻ കുറെ ചെടികൾ എടുത്തിട്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണ് വളരെ നന്നായിട്ടുണ്ട്. ശരി ചേട്ടാ, എനിക്കും കുറച്ച് മുന്തിരികൾ തരണേ, കഴിക്കാൻ മാത്രാണ്. തീർച്ചയായും ചേട്ടാ, തീർച്ചയായും. 1 മാസം കടന്നുപോയി. രാഹുലിന്റെ കലത്തിന്റെ വ്യാപാരം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. അവിടേക്ക് ബോലു ഒരു ബാസ്ക്കറ്റ് നിറയെ മുന്തിരിയുമായി വന്നു. ഇതാ ചേട്ടാ, മുന്തിരികൾ വന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിളച്ചൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത്രയും മുന്തിരികൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിൽ കുറച്ച് ഞാൻ വിറ്റേക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം ചേട്ടാ. ഈ പഴങ്ങളൊക്കെ നിങ്ങൾക്കാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾ എന്ത് വേണേലും ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ബോലു അവിടെ നിന്നും പോയി. ശരി, നമുക്ക് നോക്കാം എത്ര മുന്തിരികൾ വിൽക്കാൻ പറ്റുമെന്ന്. ഒരു പക്ഷേ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് അങ്ങ് കൊടുത്തേക്കാം. എങ്ങനെയായാലും എന്റെ പാന വ്യാപാരം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ചിലർ കലം വാങ്ങും, മറ്റു ചിലർ മുന്തിരിയും. വൈകുന്നേരത്തിനുള്ളിൽ മുന്തിരി മുഴുവൻ വിറ്റുപോയി. എന്റെ പൊന്നോ, ഇന്ന് നല്ല വ്യാപാരമാണല്ലോ നടന്നത്. നമുക്ക് മുന്തിരി വ്യാപാരം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ മറ്റു കുറച്ചു ദിവസങ്ങൾ കൂടി ബോലുവിനോട് മുന്തിരി വാങ്ങി മറ്റുള്ളവർക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു മാസങ്ങൾ കൂടി കടന്നുപോയി. രാഹുൽ ആണെങ്കിലോ തന്റെ കടയിലെ മുന്തിരി പോലെയും കലങ്ങൾ പോലെയും മനസ്സ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ രാഹുലിന്റെ മനസ്സിൽ മറ്റു ചില കണക്കുകൂട്ടലുകൾ നടന്നു. ഇന്ന് തന്റെ ഭാര്യയോട് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാമിനി, ഞാൻ പറയുന്നത് കേൾക്കുമോ? എനിക്ക് നിന്റെ ഒരു ഐഡിയ വേണം. എന്താ പറഞ്ഞോളൂ, എന്താണ് കാര്യം? അത് എന്താണെന്ന് വെച്ചാൽ മോന് നമ്മളുടെ വയലിൽ വന്നിട്ട് മുന്തിരി വളച്ചിട്ടുണ്ട്. അതിൽ വളരെ നന്നായിട്ട് തന്നെ പഴങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വിറ്റും പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ നമുക്ക് ചില ചെടികളൊക്കെ വീട്ടിന് മുമ്പിൽ വെച്ചാലോ? നിങ്ങൾക്കിത് എന്താ പറ്റിയത്? നമ്മുടെ കലത്തിന്റെ വ്യാപാരം വളരെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ? ബോലു ആണെങ്കിൽ തന്റെ മരങ്ങൾ നന്നായി നോക്കുന്നുണ്ടല്ലോ, കൃഷിയും. അവനെ വെറുതെ വിട്ടൂടെ? ഇല്ല കാമിനി, അതിൽ എനിക്ക് ഉരിമയുണ്ട്. കാരണം അതിൽ വിളച്ചിലൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മണ്ണിലല്ലേ ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നത് പോലെ. ശരി, ഞാൻ ബോലുവിനടുത്ത് പറഞ്ഞിട്ട് ചില ചെടികളൊക്കെ നമ്മുടെ വീട്ടിന് മുമ്പിലും വെക്കാം. രാഹുൽ പിറ്റേ ദിവസം ബോലുവിനെ മുന്തിരി ചെടികളുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ദേ ഇവിടെ നോക്കൂ ബോലു, നിന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കണം. വരൂ ചേട്ടാ, പറയൂ, എന്താണ് കാര്യം? ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഇതിൽ നിന്ന് ചില ചെടികൾ എടുത്തിട്ട് എന്റെ വീട്ടിന് മുമ്പിൽ വെക്കണം. കാരണം ദിവസം ഇത് കൊടുക്കാൻ വേണ്ടി നീ എന്റെ വീട്ടിലേക്ക് വരികയല്ലേ. ശരി ചേട്ടാ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കും ഇതിൽ ഉരിമയുണ്ടല്ലോ. ഞാനിത് നാളെ തന്നെ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ അങ്ങ് വെച്ചേക്കാം. പിറ്റേ ദിവസം വന്നു. ബോലു ആണെങ്കിലോ രാഹുലിന്റെ വീടിന് സമീപം 3ാമത്തെ ചെടി നടുകയായിരുന്നു. അതോടെ അവന്റെ ജോലി തീർന്നു. രാഹുലും അവിടെ നിൽപ്പുണ്ടായിരുന്നു.
ഓ എന്റെ പൊന്നു ബോളു, നീ ഒരു നല്ലൊരു ജോലിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിന്റെ അടുത്ത് വളരെ വളരെ നന്ദിയുണ്ട്. ശരി ചേട്ടാ, ഞാനിപ്പോ പുറപ്പെടാണേ. രാഹുൽ വളരെയധികം സന്തോഷവാനായിരുന്നു. അവൻ ദിവസവും തന്റെ കടയിൽ മുന്തിരി വിൽക്കാൻ വെച്ചിരുന്നു. പക്ഷെ ഒരാഴ്ച പോലും ആയില്ല, മുന്തിരി ചെടികളെല്ലാം വാടിപ്പോയി. മാത്രമല്ല, രാഹുലിന്റെ കടയിൽ ജനങ്ങളുടെ പരാതികളും വന്നുകൊണ്ടേയിരുന്നു. അതായത് രാഹുലിന്റെ കലങ്ങളെല്ലാം ഉടയുന്നെന്ന്. പരിഭ്രാന്തനായ രാഹുൽ കട്ടിലിരിക്കുകയായിരുന്നു. അല്ല, എന്തുപറ്റി? എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്ത് പറയാനാ കാമിനി, മണ്ണ് മാറിയത് കൊണ്ട് എല്ലാ ചെടികളും ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാവണോ അത് അങ്ങനെ തന്നെ വിടുന്നതാണ് വളരെ നല്ലത്. ഇപ്പൊ ഞാൻ ബോലിനടുത്ത് പോയിട്ട് മുന്തിരിയും ചോദിക്കാൻ പറ്റില്ല. അയ്യോ, നമ്മുടെ കലത്തിന്റെ കട ഉണ്ടല്ലോ. ആ, നമ്മുടെ കച്ചവടം നന്നായിട്ടാ പോകുന്നത്. എന്നാലും മൺപാനയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ വല്ലാതെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും മൺകലങ്ങൾ എപ്പോഴും പൊട്ടിപ്പോകാറില്ലേ? ഇല്ല, ഒരു പക്ഷെ എന്റെ പാനകളൊക്കെ പൊട്ടിയിട്ടില്ലെങ്കിൽ. നിങ്ങൾ വളരെ ദുഃഖിതനാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങൂ. നമുക്കിതിനെ പറ്റി നാളെ ആലോചിക്കാം. ശരി കാമിനി. കാമിനി പറഞ്ഞത് കേട്ട് രാഹുൽ ഉറങ്ങി. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. ദേവി തന്നോട് സംസാരിക്കുന്നതാണ് അവൻ കണ്ടത്. രാഹുൽ, എന്താ കാര്യം? എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തി? ദേവിയമ്മേ, ദേവിയമ്മേ, എന്നെ ഒന്ന് സഹായിക്കണം ദേവിയമ്മേ. പക്ഷേ പറയൂ, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ചെയ്യുന്ന മൺപാനകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ അതൊക്കെ കംപ്ലൈന്റ് ചെയ്യാണ്. അതെയോ? പക്ഷേ കലങ്ങൾ ഉടഞ്ഞു പോകാറുണ്ടല്ലോ. ഇല്ല അമ്മേ, എനിക്ക് എന്തുപോലുള്ള മൺപാന വേണമെന്ന് വെച്ചാൽ അത് പൊട്ടാനും പാടില്ല, ആരും അതിനെപ്പറ്റി കുറ്റം പറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ശരി, തഥാസ്തു. നിന്റെ എല്ലാ കലങ്ങളും ഇപ്പോൾ വജ്രം പോലെ ഉറപ്പുള്ളതായിരിക്കും. വളരെ നന്ദി ദേവിയമ്മേ, നിങ്ങൾ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആശീർവാദം ചെയ്യൂ. നന്നായി വരൂ വത്സ. അപ്പോൾ രാഹുൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റു. അവൻ നോക്കിയപ്പോൾ പ്രഭാതമായിരുന്നു. കാമിനി മുറിയിലേക്ക് വന്നപ്പോൾ രാഹുൽ വളരെയധികം സന്തോഷത്തോടു കൂടി അവളോട് പറഞ്ഞു, കാമിനി, ഇന്നലെ എന്റെ സ്വപ്നത്തിൽ ദേവിയമ്മ വന്നിരുന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്ന പാനകൾ കൊണ്ട് വജ്രം പോലെ ശക്തമായിട്ടുണ്ടാവുമെന്ന്. പിന്നെ പാനകൾ പൊട്ടിപ്പോവെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റും വരില്ല. അതെയോ? ഞാനിപ്പോ കടയ്ക്ക് പോവാണേ. അല്ല, ഞാൻ പറയുന്നത്. കാമിനി പറഞ്ഞതൊന്നും കേൾക്കാതെ രാഹുൽ അവിടെ നിന്നും പോയി. എന്നിട്ട് തന്റെ കടയിലേക്ക് എത്തി. എന്റെ പൊന്നോ, ഈ പാനകളൊക്കെ കാണാൻ വളരെ ശക്തമായിട്ടുണ്ടല്ലോ. രാഹുൽ തന്റെ കടയുടെ പുറത്തിരുന്ന് കലം വിൽക്കാൻ വേണ്ടി തുടങ്ങി. വരൂ വരൂ, പാന വന്ന് വാങ്ങിച്ചിട്ട് പോവൂ. ഇപ്പൊ ഈ പാനകളൊന്നും പൊട്ടാനേ പോകുന്നില്ല, വജ്രം പോലെ ഉണ്ടാവും. വരൂ വരൂ, വാങ്ങിട്ട് പോവൂ. പല വർഷങ്ങളായിട്ട് ശക്തമായിട്ടുണ്ടാവും. അങ്ങനെയാണോ? ഇപ്പൊ അത് പൊട്ടില്ലേ? തീർച്ചയായിട്ടും പൊട്ടില്ല. പല വർഷങ്ങളായിട്ടുണ്ടാവുമോ? അതെ ചേട്ടാ, പല വർഷങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാഹുലിന്റെ കടയിലെ എല്ലാ കലങ്ങളും ഒരു ദിവസം കൊണ്ട് വിറ്റു തീർന്നു. രാഹുലിന് വളരെ സന്തോഷമായി. അവൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തി. ഇവിടെ നോക്കൂ കാമിനി, ഇന്ന് എല്ലാ പാനകളും വിറ്റുപോയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഗ്രാമത്തിലെ പകുതി ആൾക്കാര് നമ്മുടെ പാനകളൊക്കെ വാങ്ങിട്ട് പോയിട്ടുണ്ട്. പിന്നെ വാങ്ങാതെ? അത് വജ്രത്തിന്റേതല്ലേ? അതെ, നാളെ വീണ്ടും ഇതുപോലെ തന്നെ കുറെ പാനകൾ വിൽക്കാൻ പോവുകയാണ്. എന്നാലേ ഗ്രാമത്തിലെ എല്ലാവർക്കും പാന കിട്ടുള്ളൂ. അവർ ഇന്നും കുറെ വാങ്ങുമല്ലോ. പക്ഷേ ശരി മോളെ, ഞാൻ ഉറങ്ങാൻ പോവാണ്. രാഹുൽ വീണ്ടും കാമിനി പറഞ്ഞത് കേട്ടില്ല. അവൻ സന്തോഷത്തോടുകൂടി ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. രാഹുൽ വീണ്ടും തന്റെ കടയിലേക്ക് ചെന്നു. ഒരുപാട് ആളുകൾ വന്നു ആ കടയിൽ നിന്നും കലം വാങ്ങിക്കൊണ്ടുപോയി. ഇന്നും അവന്റെ കലങ്ങളെല്ലാം വിറ്റു തീർന്നു. എന്റെ പൊന്നോ, എപ്പോഴും ഇതുപോലെയുള്ള വ്യാപാരം നടന്നിട്ടേ ഇല്ലല്ലോ. ഒരു മാസമുള്ള ലാഭം 2 ദിവസം കൊണ്ട് കിട്ടിയല്ലോ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി രാഹുലിന്റെ കടയിലെ വ്യാപാരം പുരോഗമിച്ചു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. പക്ഷേ രാഹുലിന്റെ കടയിലേക്ക് ആരും വന്നില്ല. രാഹുലിന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത കയറിക്കൂടി. ചേട്ടാ, 2 ദിവസമായിട്ട് എന്താ ആരും പാന വാങ്ങാൻ വരാത്തത്? ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലോ. പിന്നെ ആരും കംപ്ലൈന്റ് ചെയ്യാനും വന്നിട്ടില്ല. പിന്നെ എല്ലാരും എന്താ ആരും പാന വാങ്ങാൻ വരാത്തത്? അപ്പോഴങ്ങോട്ടേക്ക് ഭോലു മുന്തിരിയുമായി കയറി വന്നു. ആ രാഹുൽ ചേട്ടാ, ഇതേ പിടിച്ചോളൂ, മുന്തിരികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ആ ശരി ഏട്ടാ, നന്ദി. പിന്നെ ഇത് എവിടെ നോക്കു പോലു, ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചേട്ടാ, ആരും കടയ്ക്ക് വരുന്നില്ലല്ലോ. ഒരാഴ്ചയായിട്ട് നല്ല കച്ചവടം പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല.
വജ്രം പോലെ നല്ല ശക്തിയുള്ള പാന എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്താ ആരും പാന വാങ്ങാൻ വരാത്തത്? രാഹുൽ ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയണം. ഒരു പക്ഷെ പാന പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളടുത്ത് പാന വാങ്ങേണ്ടത്? അപ്പോ ജനങ്ങൾക്ക് പുതിയ പാന ആവശ്യമില്ലല്ലോ. എന്ത്? അപ്പൊ ഇനി എന്റെ പാനകൾ വിൽക്കാൻ പറ്റില്ലേ? അതെ, ഇനി വിൽക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഞാനാണ് മണ്ടനായിട്ടുള്ളത്. ഏതൊരു സാധനം എങ്ങനെയുണ്ടോ നമ്മൾ അതുപോലെ തന്നെ അങ്ങ് വിട്ടേക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ഥിതി വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു. വത്സ രാഹുൽ, നീ പ്രകൃതിയിൽ നിന്നും വിട്ടുനിന്ന് തന്റെ കലങ്ങൾ വജ്രത്തിൻ്റെതാക്കി മാറ്റി. എല്ലാ സാധനങ്ങളും അതിന്റെ തനതായ രൂപത്തിൽ സ്വീകരിക്കണം. അമ്മേ, ഞാൻ തെറ്റ് ചെയ്തതാണ്. ഇത് മാത്രമല്ല, ഞാൻ ആ മുന്തിരി ചെടി എന്റെ വീടിന് മുമ്പിൽ വെച്ചില്ലേ, ഞാൻ ഒന്നും മനസ്സിലാക്കാതെ അങ്ങ് വിട്ടിട്ട് പോയി. അമ്മേ, എന്റെ പാനകളൊക്കെ നിങ്ങൾ പഴയതുപോലെ തന്നെ ആക്കി തരണം. പക്ഷെ ഏതൊക്കെ കലങ്ങളുടെ പണം നീ വാങ്ങിയിരിക്കുന്നു അതെല്ലാം തിരിച്ചു തരേണ്ടതാണ്. ഇത് നിനക്കുള്ള ശിക്ഷയാണ്. അതാണ് ശരിയായ കാര്യവും. കാരണം ആളുകൾ അത് വാങ്ങിച്ചത് വജ്രമാണെന്ന് കരുതിയാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാമേ. രാഹുലിന് തന്റെ തെറ്റിനെ പറ്റി ശരിയായ ബോധ്യം വന്നു. അവന് മനസ്സിലായി പ്രകൃതിദത്തമായ കാര്യങ്ങൾ അതേ രൂപത്തിൽ സ്വീകരിക്കണമെന്ന്. സ്വാർത്ഥത ഉടലെടുക്കുമ്പോൾ സന്തോഷവും ബുദ്ധിയും നശിച്ചു പോകുന്നു.